എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെബിനച്ചനാണ്. ഞാൻ ക്ലരീഷ്യൻ സഭാംഗമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് അല്ലേ? ചിലപ്പോൾ അവരുടെ വാക്കുകളാവാം, അവരുടെ ചിന്തകളാവാം, ജീവിത ശൈലികളാവാം. ഇതൊക്കെ നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന വളരെ മനോഹരമായ എപ്പിസോഡ് ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ് ഫെയ്ത്ത് ടോക്ക്, വിശ്വാസം ജീവിക്കുന്നവർ. ഇന്ന് അച്ഛനായിരിക്കുന്നത് തൃശ്ശൂർ വെട്ടുകാടുള്ള സ്നേഹാശ്രമം എന്ന സെൻറ്ററിലാണ്. ഇവിടെ നമ്മളിന്ന് പരിചയപ്പെടുക അലക്സാണ്ടർ കുരിക്കാട്ടിലച്ഛനെയാണ്. ക്ലരീഷ്യൻ സഭയുടെ ഒട്ടുമിക്ക ആതുര സേവന ശുശ്രൂഷകളുടെയും ആരംഭം കുറിച്ചത് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കുരിക്കാട്ടിലച്ഛനാണ് എന്ന് എനിക്ക് ഒത്തിരി സന്തോഷത്തോടെ പറയുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ഇനിയുള്ള നിമിഷങ്ങളിൽ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനോട് സംസാരിക്കുന്നു. അച്ഛൻ എങ്ങനെയാണ് തൻ്റെ വിളിക്കുള്ളിലെ വിളി കണ്ടെത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കുരിക്കാട്ടിലച്ഛനാണ്. അച്ഛാ, ഫെയ്ത്ത് ടോക്കിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഈ ഫ്രാൻസിസ് അസീസി, മദർ തെരേസ, ഇങ്ങനെയുള്ളവരൊക്കെ കോൾ വിത്തിൻ ദ കോൾ, വിളിക്കുള്ളിലെ വിളി കണ്ടെത്തിയവരാണ് അല്ലേ? അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനിങ്ങനെ കോൾ വിത്തിൻ ദ കോൾ, വിളിക്കുള്ളിലെ വിളി, അത് കണ്ടെത്തിയ ഒരു സാഹചര്യം, സന്ദർഭം, അതൊക്കെ ഒന്ന് ഞങ്ങളോട് വിവരിക്കാമോ? എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വൈദികനാകാൻ ആഗ്രഹിച്ചത്, വൈദികരെ ഞാൻ എപ്പോഴും കാണുന്നത് ഈശോയുടെ അതേ വസ്ത്രം, അതേ ജീവിത ശൈലി, ആ സ്ഥാനം കുഞ്ഞു മനസ്സിൽ തന്നെ ആ ഒരു ഇംപ്രഷനാണ് പതിഞ്ഞത്. അങ്ങനെ 10-16 വയസ്സുള്ളപ്പോൾ ജോസ് കുരമ്പറമ്പിലച്ഛൻ വഴി ക്ലരീഷ്യൻ സഭയെ അറിയാനായിട്ടിടയായി. 52 വർഷം മുമ്പ് ഞാൻ വൈദികനായി. എന്നെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛനായ 1986 ഒരു മോട്ടോർ സൈക്കിളാണെന്നുള്ളത്. എന്നെ സഭ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അക്കേഷൻ പ്രൊമോട്ടർ. അപ്പോൾ ഈ മോട്ടോർ സൈക്കിളുമായിട്ട് കൂത്താട്ടുകുളം പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ 3 ലൈൻ പാട്ട് എഴുതി തന്നിച്ചു പോയി. ഞാൻ ആ പേപ്പർ എൻ്റെ ബൈക്കിൻ്റെ ഹാൻഡിലിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ പാട്ടും പാടിക്കൊണ്ട് ഉടുമ്പന്നൂർക്ക് പോകുക. എൻ്റെ നാട് ഉടുമ്പന്നൂരാ. പാട്ടിതായിരുന്നു: കരയുന്ന ദൈവത്തെ കണ്ടോ, തെരുവിൽ അലയുന്ന ദൈവത്തെ കണ്ടോ, ഒരുവറ്റ് ചോറിനായി കൈകൂപ്പി നിൽക്കുന്ന വിവശനാം ദൈവത്തെ കണ്ടോ. അത്രയേ ഉള്ളൂ പാട്ട്. ഈ പാട്ടും പാടി കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞ് ഉടുമ്പന്നൂർ കവലയിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ, പേര് മത്തായി, ഞങ്ങളുടെ നാട്ടിലെ ഇലവെട്ടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ക്യാൻസർ വന്ന് മുഖവും എല്ലാം പുഴുവായി റോട്ടിൽ മണം പിടിച്ച് കിടക്കുന്ന ഒരു രംഗം കാണുവാണ്. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, വീട്ടിൽ പോയി. 1 കിലോമീറ്ററോടെ ഉണ്ട് വീട്ടിൽ ചെന്ന്. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പഴയ പുതപ്പ് തന്നിച്ച് പറഞ്ഞു, പൊള്ളാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് മറിച്ചിടാൻ പറഞ്ഞ് കുറച്ച് പുതപ്പ് തന്നു. ഞാൻ ആ പുതപ്പ് വിരിച്ചതിന് മറിച്ചിട്ടേക്കാന്ന് ഓർത്തപ്പോൾ ഒരു 3-4 ചെറുപ്പക്കാരും കൂടെ കൂടി, അച്ഛനും കൂടെ കൂടുവാണ്, ഞങ്ങളും കൂടാം എന്ന് പറഞ്ഞ് കരുവണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ അച്ഛൻ കൊണ്ടുവന്നുകൊണ്ട് ആ വരാന്തയെ കടത്തിയിട്ട് പൊയ്ക്ക് വെച്ചു, നാളെ കൊണ്ടുപോയിക്കോണം എന്ന് പറഞ്ഞു. ഏതായാലും ആ രാത്രി ചിന്തിച്ചു എവിടെ കൊണ്ടുപോകും. പലയിടത്തും മുട്ടി. അവസാനം മൂവാറ്റുപുഴ സമൃദ്ധൻ ഹോം SD സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ചെന്നപ്പോൾ കന്യാസ്ത്രീ അമ്മമാർ എന്നോട് 3 ചോദ്യം ചോദിച്ചു. അച്ഛൻ ഇവിടെ കൊണ്ടുവരും, നാളെ എടുക്കണമെങ്കിൽ 3 കാര്യം ശരിയായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, വഴി കിടക്കുന്നതായിരിക്കണം, ആരും ഉണ്ടാകരുത്, മരിച്ചുകൊണ്ടിരിക്കുന്നതും ആയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ രോഗി ക്വാളിഫൈഡാന്ന് പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റർമാരെടുത്തു. 4-ാം ദിവസം മത്തായി ചേട്ടൻ മരിച്ചു. വിൻസെൻ്റ് റിപ്പോർട്ടുകാർ ടൗൺ പള്ളിയിൽ കൊണ്ടുപോയി അടക്കി. ഇതുമായിട്ട് എന്താ ബന്ധം? ഓരോ വർഷം കഴിയുന്നതോറും 86 കിട്ടിയ ഒരു മോമെൻ്റാണ് എൻ്റെ ജീവിതത്തിലെ. അത് അന്നൊന്നും ഞാനിതത്ര മൈൻഡ് ചെയ്തൊന്നുമില്ല. ഓരോ വർഷം കഴിയും തോറും
വിവിധ മിനിസ്ട്രികളിലേക്ക് തമ്പുരാൻ കൈപിടിച്ച് നടത്തിയപ്പോഴും ഇന്ന് അത് കൂടുതൽ ലൈവായിക്കൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒറ്റ ചോദ്യം, ആ എഴുതി തന്നവൻ ആരാ? ഞാൻ കോട്ടയത്തിനാണോ, മൂവാറ്റുപുഴയ്ക്കാണോ, ഇടുക്കിക്കാണോ, കൂത്താട്ടുകുളത്തിനാണോ? കൂത്താട്ടുകുളത്ത് നിന്ന് എവിടേക്കായെന്ന് അറിയാവുന്നയാളാണ് ആ എഴുതി തന്നത്. പക്ഷെ ഉടുമ്പന്നൂർ കവലയിൽ ഒരാൾ ഇതുപോലെ മരിക്കാൻ കിടപ്പുണ്ടെന്നുള്ളവരറിയുന്നവൻ ആരാ? എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, അത് കർത്താവാ. അച്ഛാ, ഈ തടവറ പ്രേക്ഷിതത്വം അത് അച്ഛൻ ആരംഭിച്ച മിനിസ്ട്രികളിൽ ഒന്നാണല്ലോ. അപ്പം അതിൻ്റെ ആരംഭത്തെക്കുറിച്ചും അച്ഛനുണ്ടായ പ്രചോദനത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് ഞങ്ങളോട് സംസാരിക്കാമോ? തടവറ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ജയിൽ പുള്ളി ഇവരെക്കുറിച്ച് എനിക്ക് യാതൊരു രൂപമില്ലാത്ത കാലത്താണ് വൊക്കേഷൻ പ്രൊമോട്ടർ ആയിരിക്കുമ്പോൾ ദീപനാളത്തിൽ കൊടുത്ത ഒരു പരസ്യമാണ്, കുഞ്ഞിനിയ ക്ലരീഷ്യൻ സഭയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു പരസ്യത്തിന് ഫിലിപ്പ് ജോർജ് എന്ന് പറയുന്ന ഒരു ജയിൽ പുള്ളി തിരുവനന്തപുരം ജയിലിൽ നിന്ന് ജീവപര്യന്തം ശിക്ഷ കിട്ടിയ ഒരു സഹോദരൻ്റെ ഒരു കത്ത് കിട്ടുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട്. ആ കത്തിനകത്ത് യോഹന്നാൻ 7:37 കോട്ട് ചെയ്തുകൊണ്ടാണ് അയാൾ എഴുതിയത്, ഫാദർ, ഐ ആം തേഴ്സ്റ്റി, ഐ ലൈക്ക് ടു ഡ്രിങ്ക് മോർ, ഐ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഇന്നും ഞാൻ ഓർക്കുന്നു ആ എഴുതിയ വാക്കുകൾ ഓരോന്നും. അത് ഞാൻ മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ എനിക്ക് തിരിച്ച് മറുപടി അയച്ചു. അങ്ങനെ ആ ജയിലിൽ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ അനേകം പേർക്ക് ഈ കത്ത് വഴി എന്തോ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതുപോലെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1986 തന്നെ കേരളത്തിലെ സകല തടവറയിലേക്കും വടവാതൂർ സെമിനാരിയിലെ സെമിനാരിക്കാർ പോകുന്നുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ വെറുതെ സെമിനാരി കയറി ചെല്ലുമ്പോഴാണ്, അച്ഛാ ഞങ്ങൾ ജയിലിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എനിക്ക് ജയിൽ ബന്ധമുണ്ട്. എന്ത് ബന്ധം? ലെറ്റർ വഴി ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കൂടെ കൂട്ടി. അങ്ങനെ 1986 മാർച്ച് മാസം കേരളത്തിലെ എല്ലാ ജയിലുകളിലൂടെ ഒറ്റയടിക്ക് ബ്രദേഴ്സ് കയറി ഇറങ്ങിയപ്പോൾ എന്നെയും കൂടെ കൂട്ടി. ആദ്യമായിട്ട് ഞാൻ ജയിൽ കാണുന്നത് കൊയിലാണ്ടി സബ് ജയിലാണ്. ജയിലിൽ ആദ്യമായിട്ട് ഇരുമ്പഴിക്കിടയിലൂടെ കുറ്റവാളികളായ മനുഷ്യരുടെ കണ്ണ് കണ്ടപ്പോൾ എനിക്ക് കാണാനുള്ള ശേഷിയില്ലാതെ പോയി. ഞാനോർത്ത് ഇതിനെന്താ ഭ്രാന്ത് പിടിച്ചതാണോ, പേപ്പട്ടി അടിച്ചതാണോ? ഒന്നുമല്ല. ബോധമുള്ള മനുഷ്യൻ പിടിച്ച് പൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുമ്പിലൂടെ നടക്കുന്ന രംഗം ആദ്യം കാണുമ്പോൾ വല്ലാത്തൊരു ഷോക്കാണ്. ഏതായാലും സൂപ്രണ്ട് അഴിച്ചിറക്കി കൊണ്ടുവന്നു. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, സഹജീവിയെ കൂട്ടിലിട്ട് പൊട്ടുന്ന ഒറ്റ ജീവി മനുഷ്യൻ മാത്രമാണ്. സഹജീവിയുടെ മുമ്പിൽ വിശക്കുമ്പോൾ കൈ നീട്ടേണ്ട ഒറ്റ ജീവി മനുഷ്യൻ മാത്രമാണ്. അതായിരുന്നു ആദ്യത്തെ തടവറയിലെ ആദ്യത്തെ കണ്ടുമുട്ടൽ, തടവറ മക്കളെ. പിന്നീട് ആ യാത്ര, അതിനുശേഷം വീണ്ടും 92 POCയിൽ ജയിൽ മിനിസ്ട്രിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റഡ് ആയി. പിന്നെ ഒരു 9 വർഷക്കാലം ജയിലും ജയിൽ പുള്ളികളും മാത്രമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. വേറെ ഒന്നുമില്ല, പള്ളിയില്ല, മറ്റ് പള്ളിയുടെ ചാർജോ മറ്റ് ഉത്തരവാദിത്വം ഒന്നുമില്ല. എൻ്റെ ആൾത്താര ബലിയും ജയിലും ജയിൽ പുള്ളികളും അവരുടെ നീറുന്ന ജീവിത പ്രശ്നങ്ങളും മാത്രമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ഏകദേശം 8-9 വർഷക്കാലം. അതാണ് തടവറയുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ബന്ധം. അച്ഛാ, വളരെ മനോഹരമായ ഒരു മിനിസ്ട്രിയാണ് നമ്മുടെ പ്രിസൺ മിനിസ്ട്രി. ഈ മിനിസ്ട്രികളൊക്കെ ചെയ്യുമ്പോൾ അച്ഛന് വളരെ സന്തോഷം തോന്നിയ ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ? ഞാൻ POCയിലായിരിക്കുമ്പോൾ ഇപ്പം നിൽക്കുന്ന സ്നേഹാശ്രമത്തിൻ്റെയും കൂടെ ചാർജുണ്ട്. ഇവിടെ ജയിൽ പുള്ളികളുടെ എണ്ണം കൂടി 10-25 പേരായി. ഇത് കഴിഞ്ഞ് പോകാനൊരു ഇടമില്ല. അങ്ങനെയാണ് ക്ലരീഷ്യൻ സഭയിലെ അച്ഛന്മാർ, റോവിൻ ഷാൾ ഉൾപ്പെടെ എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ട് എറണാകുളത്തൊരു വാടക വീട് 5 മനയിലെടുത്തു. ജയിൽ പുള്ളികളായ ഒരു 8-10 പേരെ ജനങ്ങൾ ഒരു തിങ്ങിപ്പാർക്കുന്ന ഒരു 6 സെൻറ്റ് സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച് അവരുടെ കൂടെ ജീവിച്ച ജീവിതത്തിൽ ചില നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ഞായറാഴ്ച ദിവസം നല്ല ആഹാരം വയ്ക്കും. എന്നിട്ട് ഒരു ദിവസം ഞാൻ ചെല്ലാൻ താമസിച്ചു പോയി. 2 മണിയായി. അപ്പോൾ ഈ തടവറ മക്കളെല്ലാവരും കൊണ്ട് വെന്ത് വേവിച്ച കറിയും അന്നിച്ചിരി ഇറച്ചിക്കൊക്കെ മേടിക്കുന്ന ദിവസമാണ്. എന്നിട്ട് ഇവർ ഈ ആഹാരം വെന്ത് വേവിച്ച് നടുക്ക് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇവർ തലയെല്ലാം കൂടെ കൂട്ടി ചേർത്ത് വെച്ചിട്ട് കാലെല്ലാം കൂടി അത്തപ്പൂ ഇട്ട പോലെ ഇങ്ങനെ കിടക്കുന്ന രംഗം ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്തൊരു മൊമെൻ്റാണത്. കാരണം വെന്ത് വേവിച്ച ആഹാരത്തിൽ നടുക്ക് വെച്ചിട്ട് അച്ഛൻ വരാൻ വേണ്ടി അവർ ചുറ്റും ഇങ്ങനെ കിടക്കുന്ന ഒരു രംഗം. അവിടെ വെച്ചാണ് 5 പേര് ഒരുമിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. 5 എണ്ണത്തിനെയും ഒരുമിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു. പെൺകുട്ടികൾ, സ്നേഹാശ്രമം തിരുവനന്തപുരത്തുള്ള കുട്ടികളെ എനിക്കറിയാം. ഇവർ തമ്മിലാണ് കണ്ടുമുട്ടിക്കുന്നത്. എന്നിട്ട് 5നെയും ഒന്നിച്ച് കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ പണി എളുപ്പമായി. 5 എണ്ണത്തിനും വീട് കണ്ടെത്തണം. ആദ്യത്തെ രാത്രി ഒന്ന് അന്തി ഉറങ്ങാൻ 4 പേർക്ക് വീട് കിട്ടി. 5ാമത്തതിന് വീടില്ല. രാത്രി 7 മണി ആയപ്പോഴാണ് 5ാമത്തെ ആൾക്ക് വീട് കിട്ടുന്നത്.
എന്നിട്ട് ആദ്യത്തെ രാത്രി ഈ മക്കൾക്കുള്ള പൊതിച്ചോറൊരു ബൈക്കിൻ്റെ പുറകിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബെന്നി തറപ്പേൽ, അന്ന് റീജൻ്റാണ്, ഇപ്പോൾ വൈദികനാണ്, വെച്ച് പ്ലാസ്റ്റിക് കൂട്ടിൽ ഇത് പൊതിഞ്ഞ് 5 പേർക്കുള്ള പൊതിച്ചോറ് കൊണ്ടുപോയി ഓരോ വീട്ടിലും കൊണ്ടുപോയി കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചെത്തി. രാത്രി 11 മണിയായപ്പോൾ 2 കൈയും വിരിച്ചു പിടിച്ചുകൊണ്ട് മുഴുവൻ കൊന്ത ചൊല്ലിയത് ഓർക്കുന്നു. ചിലപ്പോൾ ഓർക്കും, ആദ്യത്തെ രാത്രി ഇവരുടെ ഓർത്ത് എന്തിനാ പുരോഹിതന് ഇത്രയും നോവുന്നേ? നോവണം. കാരണം തടവറയിൽ ആയിരുന്ന മക്കളാണ്, ഹോട്ടലിൽ നിന്ന് പിടിക്കപ്പെട്ട പെൺകുട്ടികളുണ്ട് അതിൻ്റെ അകത്ത്. ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക്, അവരുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും അവരൊക്കെ കാണുന്ന രീതിയിൽ, സ്വപ്നം കാണുന്നതിലായി തീരണമെങ്കിൽ പുരോഹിതൻ കൈ വിരിച്ച് പിടിക്കണം. കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് ജീവിതം കിട്ടി. 10-27 കൊല്ലം മുമ്പാണ് അവരുടെയൊക്കെ മക്കളായി. പലരും ഇവിടെ കാനഡയിലെത്തിയവരുണ്ട്, IT പാസ്സായി പ്ലേസ്മെൻ്റ് ആയ കുട്ടികളുണ്ട്. അപ്പോൾ ആ കുടുംബജീവിതത്തിലേക്കൊക്കെ ഇവർക്ക് ആരുമില്ല, ആരുടെയല്ല, ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലായിരുന്ന മക്കളെ സ്നേഹാശ്രമത്തിൽ കൊണ്ടുവന്നൊരു ജീവിതം കൊടുത്ത് അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ച് ഇവരുടെ സകല ചെലവും, വാടക, ഡെലിവറി എക്സ്പെൻസ് ഉൾപ്പെടെ സകലതും, അരി വാങ്ങിച്ചു വെക്കും, ആർക്ക് വേണമെങ്കിലും അരി വന്ന് എടുത്തുകൊണ്ട് പോകാം. അന്നത്തെ കാലം അതാ. ഇത്രയും സ്നേഹിച്ച് പിടിച്ച് ആഴ്ചയിൽ ഒന്നെങ്കിലും ഈ 21 വീട്ടിലും കയറി ഇറങ്ങും. അത്രയും ചേർത്ത് പിടിച്ചതുകൊണ്ട് ഇന്ന് അവർക്കൊരു തലമുറ തന്നെയുണ്ട്. തടവറ മക്കളുടെ ഓർക്കാൻ നല്ലൊരു ഓർമ്മയാണ് ആ ഓർമ്മകളൊക്കെ. അച്ഛോ, തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകുന്ന മൊമെൻസിൻ്റെ കൂടെ തന്നെ ഉറപ്പായിട്ടും സങ്കടപ്പെട്ടിട്ടുള്ള, കണ്ണ് നിറഞ്ഞിട്ടുള്ള, വിഷമിച്ചിട്ടുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമൊക്കെ തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഈ പ്രിസൺ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ്റെ ജീവിതത്തിൽ വിഷമമുണ്ടായ ഏതെങ്കിലും ഒരു സന്ദർഭമോ സാഹചര്യമോ ഞങ്ങളോട് പങ്കുവയ്ക്കാം. വേദനിച്ച നിമിഷങ്ങളുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ ശാന്തി ഭവനിലൊക്കെ ആയിരിക്കുന്ന ഈ മക്കള് കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും തമ്മിൽ ഫൈറ്റ്. എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പോയി വെള്ളമടിച്ചിട്ട് വീണ്ടും കയറി വരികയാണ്. വരുമ്പോഴൊക്കെ കാശ് കൊടുത്തോണം. തളർന്ന ദിവസങ്ങളുണ്ട്. 3-4 ലോകമഹായുദ്ധം ഈ രാത്രിയിൽ വന്ന് കടന്നു പോയിരുന്നെങ്കിലും ഓർത്ത രാത്രികൾ എനിക്കുണ്ട്. ഒരിക്കൽ റീമണ്ട് ഒരുപാട് കത്തി അടുക്കളയിൽ ചെന്ന് വാരി എടുത്തുകൊണ്ട് വരും. കൂടെയുള്ള ജോയി ചേരാടിയിൽ അച്ഛനെ കുത്തണം. ആരെ കുത്തിയാൽ എനിക്ക് വ്യത്യാസമൊന്നുമില്ല. അവൻ്റെ കൈക്കന്ന് പിടിച്ച് കൈ വലിഞ്ഞു പോയത് ഞാൻ ഓർക്കുന്നു. ചിലപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട്, 3-4 ലോകമഹായുദ്ധം വന്ന് ഇതിനെ മുഴുവൻ കത്തിച്ച് ചാരമാക്കിയിരുന്നെങ്കിലും ഓർത്തിട്ടുണ്ട്. എന്താ, ഒരു ദിവസം മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2000 ജനുവരി 1 രാത്രി 1 മണി ആയപ്പോൾ ഒരു 3 പേര് എങ്ങനെ അകത്ത് കയറിയെന്ന് എനിക്കറിയില്ല. അവർ മുഖത്ത് നോക്കി, തോമസാണ് ചുറ്റിക പിടിച്ചിരുന്നത്, തട്ടിക്കളയുമെന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ മരണനേരത്തെ എങ്ങനെയാണോ ഫേസ് ചെയ്യുന്നത് അതുപോലെ ഞാൻ പതുക്കെ പുറകോട്ട് നടന്നു. ഒരുത്തൻ പതുക്കെ വാതിൽക്കൽ വരെ വന്നപ്പോഴേക്കും എനിക്കൊരു പഴുത് കിട്ടി. ഞാൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ വരെ ഉറക്കെ കരഞ്ഞുകൊണ്ട് രാത്രി 1 മണിക്ക് ഓടിയ ഓട്ടം ഓർക്കുന്നുണ്ട്. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അത്രയും സ്പീഡിൽ ഓടണ്ടായിരുന്നു. പക്ഷേ മരണഭയം കൊണ്ടാ ഓടിയതാ. കുറച്ച് കഴിഞ്ഞ് തോമസ് എന്നെ വിളിച്ചു ജനറൽ ആശുപത്രിയിൽ നിന്ന്. ഫാദറെ, ഞാൻ ആശുപത്രിയിലാണ്. അവനെ കാണാൻ വേണ്ടി ഞാൻ പോയപ്പോൾ തിരിച്ചറിഞ്ഞില്ല. അത്രമാത്രം ക്ഷീണിതനായി അവൻ കിടക്കുന്ന അടുത്ത് പോയി ഇരുന്ന് അവനെ കണ്ട് അവൻ്റെ കൈക്ക് പിടിച്ച് കുറച്ച് നേരം ഇരുന്നു. ഇതെന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പോയ വഴിക്ക് ഞാനൊരു പാഠം പഠിച്ചു. വീണ്ടും ഇവരുടെ പുറകെ പോകണമെങ്കിൽ ഈശോ സ്നേഹിച്ച സ്നേഹം വേണം. ഈശോ ക്ഷമിച്ച ക്ഷമയും ഹൃദയത്തിൽ കിട്ടിയാൽ മാത്രമേ, കൊല്ലാൻ വന്നവൻ്റെ പുറകെ വീണ്ടും പുറകെ പോയി അവനെ ചേർത്ത് പിടിക്കണമെങ്കിൽ ആ ചങ്ക് കിട്ടിയാൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ജയിൽ മിനിസ്ട്രി ആയാലും കൊള്ളാം, ഏത് മിനിസ്ട്രി ആയാലും ഈശോയുടെ സ്നേഹവും ഈശോയുടെ ക്ഷമയും ഹൃദയത്തിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ മിഷനും മിനിസ്ട്രിയും ചെയ്യാൻ പറ്റൂ എന്ന് പഠിച്ചു. അച്ഛോ, ഈ പ്രിസൺ മിനിസ്ട്രിയുടെ കൂടെ തന്നെ മറ്റു പല മിനിസ്ട്രികളും അച്ഛൻ തുടങ്ങിയതായിട്ട് കേട്ടിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ഈ പല മിനിസ്ട്രികൾ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് അച്ഛൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ജയിൽ മിനിസ്ട്രിയുടെ ഒരു ബൈ പ്രോഡക്റ്റ് പോലെയാണ് ഈ വാടക കൊലയാളികളുടെ ലോകം എനിക്ക് തുറന്നു കിട്ടുന്നത്. അതും POC വെച്ച് തന്നെയാണ്. ഒരിക്കലൊരു മൊട്ടത്തലയൻ, പേര് കില്ലർ ജെയ്മി, അവൻ്റെ അനുവാദത്തോടെ പേര് പറയുക, വന്ന് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരുവാണ്.
അതുകൊണ്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ റേഞ്ചിലാണ് കൈ തരുന്നത്. ഞാനാണ് വെച്ചാൽ കില്ലർ ജെയ്മി. വാടകയ്ക്ക് പ്രൊഫഷണൽ കില്ലർ വന്നിട്ട് ഒരു അച്ഛൻ്റെ കയ്യെ പിടിച്ചിട്ട് പരിചയപ്പെടുത്തുന്ന രീതിയാണ്. ഞാനാണ് വെച്ചാൽ കില്ലർ ജെയ്മി. എനിക്ക് ഏതാണ്ട് ഒരു കൂടപ്പുറപ്പിനെ കണ്ടുമുട്ടിയ ഒരു ഫീലായിരുന്നു അന്നേരം അവനെ കണ്ടപ്പോൾ. പിന്നെ അവനെ ഞാൻ വിട്ടിട്ടില്ല. പക്ഷേ ഇവന് പിന്നീട് എൻ്റെ ഒരു ബൈക്കിൻ്റെ ഒക്കെ പുറകിലിരുന്ന് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യും. വാടകക്കൊലയാളികളുടെയൊക്കെ സങ്കേതങ്ങളിലേക്ക് ഇവനെ കൊണ്ടുപോകും. പോകുമ്പോൾ ഞാൻ POC എഴുതി വെച്ചിട്ട് പോകും, ഇന്ന് ഇന്ന വാടക കൊലയാളിയുടെ പുറകെ ഞാൻ ഇന്ന വാടക കൊണ്ടാണ് വീട്ടിലാണ് പോകുന്നതെന്നൊക്കെ എഴുതിയൊക്കെ വെക്കും വല്ലോ വന്നാൽ. അങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പോലീസ് വരുവാണ് POCയിൽ. കരിയിലച്ഛൻ ഇന്ന് പിതാവാണല്ലോ. അച്ഛൻ അന്വേഷിച്ച് പോലീസുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ പോലീസുകാരൻ എന്നോടൊരു ചോദ്യം, അച്ഛനും കില്ലർ ജെയ്മിയും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ പറഞ്ഞു, ഞാനൊരു വൈദികനാണ്, അവൻ കില്ലറാണ്. ഒരു വൈദികൻ ഒരു വാടക കൊലയാളിയോട് എന്തൊക്കെ ബന്ധം പറ്റും സാറേ? ആ ഒരു ബന്ധമൊക്കെ എനിക്കും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു അവൻ്റെ. ഞാൻ പറഞ്ഞു, അതെൻ്റെ ജോലിയല്ല, അവൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ട് വേണം അവൻ എൻ്റെ കഴുത്ത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട്. ഏതായാലും അവന് കൊട്ടേഷൻ മാറിപ്പോയി. പൊന്നുരുത്തി ചാരായ ഷാപ്പിൽ 8ാമത്തെ കൊല നടത്തി. അവനെ കാണാൻ വേണ്ടി ഞാൻ ജയിലിൽ പോകുന്നുണ്ട്. വീണ്ടും എറണാകുളം സബ് ജയിലിൽ ചെന്ന് അവനെ കാണുന്നൊരു മൊമെൻ്റ് ഉണ്ട്. വീണ്ടും ശിക്ഷ കഴിഞ്ഞു. അവന് 12 കൊല്ലം ജയിലിൽ കിടന്നു. വിട്ടില്ല. അവൻ ഭാര്യ പുഷ്പി, 2 കുഞ്ഞുങ്ങൾ. ഞാൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ അവിടെ ഭീമാപ്പള്ളിയിൽ കൊണ്ടുവന്ന് വാടക വീടെടുത്ത് കൊടുത്ത് അവിടെ താമസിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിക്കുന്നു. അപ്പോൾ ഈ വാടക കൊലയാളികളുടെ ആ ഒരു ലോകം ശരിക്കും പറഞ്ഞ് ഇവനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അവർക്ക് കൊട്ടേഷൻ കിട്ടിക്കഴിയുമ്പോൾ 4 ചോദ്യം ചോദിക്കും. ഇരുത്തണോ, കിടത്തണോ, നടത്തണോ, ഉറക്കണോ? ഇതൊക്കെ അവൻ എൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് എന്നെ പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ റേറ്റാണ്. അങ്ങനെ ഒരു 7 പേരെ ഉറക്കിയ ആളാണ് ഇവൻ. 8ാമത്തതാണ് ഈ പറഞ്ഞ കൊല. അപ്പോൾ ഈ വാടക കൊലയാളി ആയാലും കൊള്ളാം, ഞാൻ ഒരു പാഠം പഠിച്ചു. വീരപ്പൻ പാവാ, ബില്ലാദിനും പാവാ, സദാ ഹുസൈനും പാവാ, കില്ലർ ജെയ്മിയും പാവാ, മനുഷ്യൻ പാവമാണ്. അവൻ ജനിച്ചു വളർന്ന ചില സാഹചര്യങ്ങളാണ് ഇവനെയൊക്കെ ഈ ക്രിമിനൽസ് ആക്കി മാറ്റുന്നത് എന്ന് ഇതുപോലുള്ള ക്രിമിനൽസിൻ്റെ കൂടെ കൂടി പഠിച്ചൊരു പാഠമാണ്.